നമ്മൾ അങ്ങനെ ഫോർത്ത് സെമ്മിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻസ് തുടങ്ങാൻ പോവുകയാണ്. ഫോർത്ത് സെമ്മിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പറിൻ്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ 3 മൊഡ്യൂളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ കുറിച്ചിട്ടും അവസാനമുള്ള 4ാമത്തെ മൊഡ്യൂളാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ളത്. അതിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇതുവരെ തേർഡ് സെമ്മിലൊക്കെ പറഞ്ഞു നിർത്തിയ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ബാക്കി പഠിച്ചു വെച്ച പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, പിന്നെ പാരാമീറ്റർ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് എന്താണ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ നല്ലോണം ഓർമ്മിച്ച് നല്ലോണം തറവായിട്ട് വേണം നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന പോർഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് വരുന്നത് എസ്റ്റിമേഷൻ തിയറി എന്നാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ എസ്റ്റിമേഷൻ തിയറിയിലേക്ക് പോകുമ്പം നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് എന്താണ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ. നമ്മളതിൻ്റെ ഒരു പുതിയൊരു ഡെഫിനേഷൻ, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ പോപ്പുലേഷൻ മീൻസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ്. കുറേ നമ്പേഴ്സിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വെറുതെയുള്ള നമ്പേഴ്സിനല്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ പോവുമായിരിക്കും. ചിലപ്പോൾ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ് ആയിരിക്കാം, ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കാര്യം എന്നല്ല, ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്പേഴ്സിലുള്ള ഡാറ്റയെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വ്യക്തികളെക്കാട്ടും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പേഴ്സിലായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റഡ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻ്റ് ആണ് പഠിക്കണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഒരു റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യും. എക്സ് പറയുന്നത് ഹൈറ്റാണ്. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ ഉള്ളിൽ ഓരോരുത്തർ പോയാലും ആ റാൻഡം വേരിയബിൾ ആ ആളുടെ ഹൈറ്റ് തിരിച്ചു തരും. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെ അടുത്ത് നിന്നൊക്കെ ഹൈറ്റ് ആണോ വേണ്ടത് അവർ ആ ഹൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 60 കുട്ടികളുടെ ഹൈറ്റാണ് എനിക്ക് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. എക്സ് എനിക്ക് എന്താ തിരിച്ചു തരേണ്ടത്? ഹൈറ്റാണ്. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ഓരോരുത്തരെ പറഞ്ഞയക്കുന്നു, ഓരോരുത്തരുടെ ഹൈറ്റ് തരുന്നു. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഓരോ കുട്ടികളുടെ ഹൈറ്റ് ചിലപ്പോൾ ഒരു 158 സെൻറ്റിമീറ്റർ, 170 സെൻറ്റിമീറ്റർ, 172 സെൻറ്റിമീറ്റർ, 155 സെൻറ്റിമീറ്റർ, അങ്ങനെ പറഞ്ഞിട്ട് 60 വാല്യൂസ് നമുക്ക് കിട്ടും. ആ വാല്യൂസ് എന്താണ്? വാല്യൂസ് ടേക്കൺ ബൈ ദിസ് റാൻഡം വേരിയബിൾ എക്സ്. അപ്പോൾ ഞാൻ ഏതൊരു ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചിട്ടാണോ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള വാല്യൂസ് തരുന്ന ഒരു റാൻഡം വേരിയബിൾ ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് which is related to a random variable which can be treated as values of a random variable. ഒരു റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. വെറുതെ ഒരു റാൻഡം വേരിയബിൾ അല്ല, നമ്മൾ പഠിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്കിനെ കാണിക്കുന്ന റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ വെയ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ റാൻഡം വേരിയബിൾ എക്സിനെ എങ്ങനെയായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? വെയ്റ്റ് അല്ലേ. അപ്പോൾ ഈ വെയ്റ്റിന് ഓരോരുത്തർ പോകുമ്പോഴും അവരുടെ വെയ്റ്റുകൾ കിട്ടും. ആ വെയ്റ്റുകൾ എന്ന് പറയുന്നതാണ് എൻ്റെ റാൻഡം. ആ വെയ്റ്റുകളാണ് പിന്നെ ആ കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അതായിരിക്കും എൻ്റെ പോപ്പുലേഷൻ. ആൻഡ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അവിടെ പറഞ്ഞിരിക്കുന്ന വെയ്റ്റാണ്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുകയാണ് എന്താണ്? സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞപ്പം ഈ എക്സിന് എന്തുണ്ടോ? ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആക്ച്വലി പറഞ്ഞിരുന്നത്? അത് ഏത് പാറ്റേണിലാണ് അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എത്ര പേർക്ക് ഇപ്പം കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. സാധാരണ ഹൈറ്റും വെയിറ്റൊക്കെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് വളരെ കുറവ് ഹൈറ്റുള്ളവരും വളരെ കൂടുതൽ ഹൈറ്റുള്ളവരും കുറവായിരിക്കും. ഒരു ആവറേജ് ഹൈറ്റ്, ഒരു മിഡിലായിരിക്കും അതിനൊരു പൊന്തൽ അല്ലേ. അതായത് അതൊരു പിന്നെ പീക്ഡ് ആയിട്ട് വരുന്നത് നടുഭാഗത്തായിരിക്കും. അതായത് ഇവിടെ ആവറേജ് വാല്യൂ ആയിരിക്കും കൂടുതൽ എന്ന് കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനും കൂടി എപ്പോഴും എന്തുണ്ടാവും? ഈ പോപ്പുലേഷൻ. അതായത് ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച മെയിനായിട്ടുള്ളൊരു കാര്യം പോപ്പുലേഷൻ. കാരണം
ഈ സെമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമുക്ക് പോപ്പുലേഷനും സാമ്പിളും വെച്ചിട്ടുള്ള കളികളാണ് വരാൻ പോകുന്നത്. ഇനി അടുത്തത് സാമ്പിൾ എന്തായിരുന്നു നിങ്ങൾക്കറിയാം. സാമ്പിൾ എന്താണ്? സാമ്പിൾ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് സബ്സെറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ ഒരു റാൻഡം വേരിയബിൾ എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുറേ നമ്പേഴ്സ് അല്ലേ, ആ നമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്ന കുറച്ച് നമ്പേഴ്സ്, അതായത് നമ്മൾ സാധാരണ x1, x2, x3 എക്സെട്ര. ഇപ്പം n സൈസുള്ള സാമ്പിളാണ് എടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? x1, x2, x3 എക്സെട്ര x. അത് ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന്, ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു 10 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിനെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നമ്പേഴ്സാണ്. അപ്പോൾ ഇവരെവിടുന്നാണ് വന്നിരിക്കുന്നത്? ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ പോപ്പുലേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ നോർമൽ പോപ്പുലേഷൻ ആണെന്ന് വെച്ചാൽ സാമ്പിളത്തെ ആൾക്കാരും എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ സ്വഭാവമാണ് സാമ്പിളും കാണിക്കുക. സാമ്പിൾ എവിടുന്നാണ് വന്നിരിക്കുന്നത്? ഏത് പോപ്പുലേഷൻ നിന്നാണോ വന്നിരിക്കുന്നത് ആ പോപ്പുലേഷൻ്റെ അതേ കാര്യങ്ങളാണ് ആർക്കും ഉണ്ടാവുക, സ്വഭാവങ്ങളാണ് അല്ലെങ്കിൽ അതേ ഡിസ്ട്രിബ്യൂഷനുകളാണ് ഈ സാമ്പിൾ വാല്യൂസിനും ഉണ്ടാവും. അപ്പോൾ അതാണ് സാമ്പിൾ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് സെറ്റ് ഓഫ് നമ്പർ, സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്മോളർ സെറ്റ് ഓഫ് നമ്പേഴ്സ് which is selected from that population. പിന്നെ നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്. വാട്ട് ഇസ് എ പാരാമീറ്റർ? പാരാമീറ്റർ ഈസ് എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ്. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സാണ് അല്ലേ, അവരുടെ ഫങ്ഷനുകൾ. അതായത് പോപ്പുലേഷൻ്റെ പോപ്പുലേഷൻ മീനിനെ നമ്മൾ എന്ത് പറയും? പാരാമീറ്റർ എന്ന് പറയും. നമ്മൾ മ്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാതിരി പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ, ഇറ്റ് ഈസ് എ പാരാമീറ്റർ. അവർ പോപ്പുലേഷൻ എന്തിനും, അതായത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, പോപ്പുലേഷൻ കോറിലേഷൻ കോയഫിഷ്യൻ, അതിന് നമ്മൾ റോ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പം ഇവരെയെല്ലാം ഈ പോപ്പുലേഷൻ വാല്യൂസിൻ്റെ ഫങ്ഷനുകളെയെല്ലാം നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത്? അവരെ റെപ്രസെൻ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞ വേർഡാണ്. അപ്പോൾ പാരാമീറ്റർ മീൻസ് ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ വാല്യൂസ്, പാരാമീറ്റർ പോപ്പുലേഷൻ അല്ലേ. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ വാക്കാണ്. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് ഇറ്റ്സ് എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ സാമ്പിൾ ഒബ്സർവേഷൻസ്. അപ്പോൾ സാമ്പിളുകൾ എടുത്തിട്ടുണ്ടല്ലോ, ചെറിയ സെറ്റ് ഓഫ് നമ്പേഴ്സ്, അവരുടെ ഒപ്പം സാമ്പിളിൻ്റെ മീൻ നമ്മൾ അവരെ എക്സ് ബാർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. സാമ്പിൾ മീൻ എക്സ് ബാർ, ദറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ, ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആർ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ പോപ്പുലേഷൻ്റെ ആളുകളെ പാരാമീറ്റർ എന്നും സാമ്പിളിൻ്റെ ആളുകൾ സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിളിൻ്റെ ഫങ്ഷനുകളെ നമ്മൾ കൊണ്ടാണ് പറയുന്നുണ്ടായിരുന്നത്? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇനി അവിടെ നിന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ഞാൻ പറഞ്ഞു 3 മൊഡ്യൂൾസായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനിലെല്ലാം നമ്മളെ പ്രശ്നം എന്താ അറിയോ? പോപ്പുലേഷൻ പറഞ്ഞാൽ വലിയൊരാളാണ്, കുറേ വലിയ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അതത്ര ആക്സസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് കുറേ വലിയ അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവർ പോപ്പുലേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയില്ല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. ഈ 3 മൊഡ്യൂളിലും നമ്മൾ കാണാൻ പോകുന്ന പ്രശ്നം എന്താണ്? പോപ്പുലേഷൻ വാല്യൂസ് ആർ അൺനോൺ, അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ആർ അൺനോൺ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ സാമ്പിളുകൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷനെ കുറിച്ചിട്ട് അനുമാനങ്ങൾ നമ്മൾ ഉണ്ടാക്കും, ഇൻഫറൻസസ് നമ്മൾ ഉണ്ടാക്കും. എന്തിനെ കുറിച്ചിട്ട്? പോപ്പുലേഷനെ കുറിച്ചിട്ട്. പോപ്പുലേഷൻ വലിയ ആളായതുകൊണ്ട് അയാളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ അധികം അൺനോൺ ആയിരിക്കും അല്ലേ. അങ്ങനെ പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ അൺനോൺ ആവുമ്പോഴാണ് നമുക്ക് സാമ്പിൾ ഉപയോഗിക്കേണ്ടത്. പോപ്പുലേഷനെ കുറിച്ചിട്ട് അറിയുമെങ്കിൽ നമുക്ക് സാമ്പിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്ററുകൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ അൺനോൺ ആവുമ്പോൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് അവരെ കുറിച്ചിട്ട് ഇൻഫറൻസസ് അല്ലെങ്കിൽ അനുമാനങ്ങൾ വെക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻഫറൻസസ് അബൌട്ട് unknown aspects of the population using samples. സാമ്പിൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ്റെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അനുമാനങ്ങൾ നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടായിരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ ഭാഗമാണ് എക്സ്റ്റിമേഷൻ. ഇറ്റ് ഈസ് കോൾഡ് എക്സ്റ്റിമേഷൻ ഓർ എക്സ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്.
എസ്റ്റിമേഷൻ എന്നും രണ്ടാമത്തെ പോർഷനാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. എസ്റ്റിമേഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ പാരാമീറ്ററുകളെ അറിയില്ല. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ അറിയില്ല, പോപ്പുലേഷൻ്റെ വേരിയൻസ് അറിയില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ, സാമ്പിൾ എടുത്തിട്ട്, ഇപ്പോൾ സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് ചെറിയ ആളാണ്, ചെറിയ സെറ്റാണ്, അപ്പോൾ അതിൻ്റെ കിട്ടാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതിൻ്റെ സാമ്പിൾ ഉപയോഗിച്ചിട്ട് സാമ്പിളിൻ്റെ മീൻ കണ്ടുപിടിക്കും. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ മ്യൂ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, സാമ്പിൾ ഉപയോഗിച്ചിട്ട് സാമ്പിൾ മീൻ എക്സ് ബാർ കണ്ടുപിടിക്കും. അപ്പോൾ പോപ്പുലേഷൻ്റെ മീനിന് പകരം ഞാൻ ആരുപയോഗിക്കും, എക്സ് ബാർ. എസ്റ്റിമേറ്റ് ചെയ്യാൻ, കറക്റ്റായിട്ട് പറയാനല്ല, ഒരു ഏകദേശ ധാരണ കിട്ടാൻ എസ്റ്റിമേറ്റ് ആയിട്ട് ആരുപയോഗിക്കുന്നു, സാമ്പിൾ മീനിന് ഉപയോഗിക്കുന്നു. അപ്പോൾ പോപ്പുലേഷൻ മീനിൻ്റെ എസ്റ്റിമേറ്റ്, അതിന് നമ്മൾ മ്യൂ എന്നല്ല പറയാം, മ്യൂ ക്യാപ്പ്. ആക്ച്വലി മ്യൂവിൻ്റെ വാല്യൂ അല്ല നമ്മൾ കാണുന്നത്, അതിന് പകരം വയ്ക്കാൻ ഏകദേശം ഒരു വാല്യൂ നമ്മൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് കാണുന്നു. അപ്പം മ്യൂ ക്യാപ്പ് ആയിട്ട് ആരുപയോഗിക്കുന്നു, എക്സ് ബാറിന് ഉപയോഗിക്കുന്നു. പോപ്പുലേഷൻ പാരാമീറ്റർ അൺനോൺ ആണെങ്കിൽ സാമ്പിൾ വാല്യൂസ് വെച്ചിട്ട് അവരെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എസ്റ്റിമേഷൻ? ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് യൂസിങ് സാമ്പിൾ ഒബ്സർവേഷൻസ്. ഇതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരാളും കൂടിയുണ്ട്, നമ്മളയാളെ പിന്നെ സെക്കൻഡ് മൊഡ്യൂളായിട്ട് പഠിക്കാൻ തുടങ്ങുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാളാണ്. ഇറ്റ് ഈസ് കോൾഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇവിടുത്തെയും പ്രശ്നം ഞാൻ പറഞ്ഞ മാതിരി പോപ്പുലേഷൻ്റെ പാരാമീറ്റർ നമുക്ക് ഇത് എന്താണ് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളൊരാൾ പറയണ പോപ്പുലേഷൻ്റെ മീൻ 30 എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആരുപയോഗിച്ചിട്ട്, സാമ്പിൾ ഉപയോഗിച്ചിട്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മളൊരു അസംഷൻ വെക്കും, ആ പോപ്പുലേഷൻ്റെ മീൻ 30, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ സാമ്പിൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് ആക്ച്വലി ഇവിടെ നടത്താൻ പോകുന്ന ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് എസ്റ്റിമേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സിനെ സാമ്പിൾ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ള പ്രോസസ്സാണ്. ഈ എസ്റ്റിമേഷനെയും നമ്മൾ രണ്ടെണ്ണമായിട്ട്, 2 തരം എസ്റ്റിമേഷൻസ് എന്ന് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി പോയിൻ്റ് എസ്റ്റിമേഷൻ, പോയിൻ്റ് എസ്റ്റിമേഷൻ ആവാം, ഓർ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള എസ്റ്റിമേഷനാണുള്ളത്, പോയിൻ്റ് എസ്റ്റിമേഷൻ ആൻഡ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, പോപ്പുലേഷൻ്റെ മീനും മ്യൂ അറിയില്ല. അപ്പോൾ ഞാൻ ഉടനെ സാമ്പിൾ എടുത്തു. സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ വാല്യൂ. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾ ഉപയോഗിച്ചു. സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ ആ സാമ്പിളിൻ്റെ മീൻ കണ്ടുപിടിച്ചു. സാമ്പിളിൻ്റെ മീൻ പറഞ്ഞാൽ സാമ്പിൾ കിട്ടിയ വാല്യൂസ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന സാമ്പിൾ ഉണ്ടാവുമല്ലോ. x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ സാമ്പിൾ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന് ഞാൻ എല്ലാവരെയും കൂട്ടി 10 സൈസുള്ള സാമ്പിൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ 10 പേരെ ഞാൻ കൂട്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് സാമ്പിൾ മീൻ എക്സ് ബാർ കിട്ടി. എനിക്കിപ്പോൾ എക്സ് ബാർ കിട്ടിയത് 25 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരിക. ഒരു സിംഗിൾ വാല്യൂ അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ മീൻ മ്യൂവിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് ഞാൻ ആരെ എഴുതുന്നു, സാമ്പിൾ മീൻ. ഒരു സിംഗിൾ വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഞാൻ നടത്തുന്നത് എന്താണ്, പോയിൻ്റ് എസ്റ്റിമേഷനാണ്. നേരെ മറിച്ച് എനിക്ക് പോപ്പുലേഷൻ്റെ മീൻ മ്യൂ അറിയില്ലെങ്കിൽ ഞാൻ സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഞാൻ പറയുകയാണ്, ഞാൻ 2 നമ്പേഴ്സ്, ഇപ്പോൾ 23,27. അപ്പോൾ ഈ 2 നമ്പേഴ്സ് ഉപയോഗിച്ച് ഞാൻ ഒരു ഇൻ്റർവെൽ കണ്ടുപിടിച്ചു. അതായത് 23ൻ്റെ ഞാൻ പറയുന്നു, പോപ്പുലേഷൻ്റെ മീൻ അറിയില്ലല്ലോ. അപ്പോൾ സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്, പോപ്പുലേഷൻ്റെ മീൻ മ്യൂ 23ൻ്റെയും 27ൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. കറക്റ്റായിട്ട് ഇന്ന വാല്യൂ എന്ന് പറയുന്നില്ല. എന്താ ഞാൻ പറയുന്നത്, പോപ്പുലേഷൻ്റെ അറിയാത്ത മീൻ, പോപ്പുലേഷൻ മീൻ, അൺനോൺ പോപ്പുലേഷൻ മീൻ ലൈസ് ബിറ്റ്വീൻ 23 and 27 എന്ന് പറയും. ഇത് നമ്മൾ വെറുതെ പറയല്ല, വിത്ത് സം പ്രോബബിലിറ്റി. 100% ഷുവർ ഒന്നുമല്ല. നമ്മളിത് പറയുന്നത് സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എടുത്ത കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ 99% പ്രോബബിലിറ്റി, 98% പ്രോബബിലിറ്റി, എനിക്ക് 98% ഉറപ്പാണ്, കോൺഫിഡൻ്റ് ആണ് ഞാൻ, മ്യൂ ലൈസ് ബിറ്റ്വീൻ 23 and 27, അല്ലെങ്കിൽ 95% പ്രോബബിലിറ്റി,
വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് മ്യൂ ലൈസ് ബിറ്റ്വീൻ 23 and 27. അങ്ങനെ പറയലാണ് ഇൻ്റർവൽ എസ്റ്റിമേഷനിൽ വരുന്നത്.